പ്രത്യേകിച്ച് മാതാപിതാക്കളോട് വലിയ ആദരവും ഉത്തരവാദിത്വവും പുലർത്തുന്നവരാണ് ഇവർ. മക്കളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും അവർക്ക് കൃത്യമായ അച്ചടക്കം പകർന്നു നൽകാനും ഇവർ ശ്രമിക്കാറുണ്ട്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പൊതുവായ പ്രവണത എന്നോണം ചന്ദ്രൻ്റെയും മകരരാശിയുടെയും സ്വാധീനമുള്ളതിനാൽ അമിതമായ ചിന്തകൾ കാരണം ഉണ്ടായേക്കാവുന്ന ഉറക്കക്കുറവ്, ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ചർമ്മവുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ എന്നിവ ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. കൃത്യമായ ജീവിതശൈലിയും ആഹാരക്രമവും പാലിക്കുന്നത് ആരോഗ്യത്തെ നിലനിർത്താൻ സഹായിക്കും. ഈ ജന്മത്തിൽ തിരുവോണം നക്ഷത്രക്കാർ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്നത് വിവേചനം ആണ്. പ്രപഞ്ചത്തിൽ നിന്ന് കേൾക്കുന്നതും കാണുന്നതുമായ എല്ലാ കാര്യങ്ങളെയും അപ്പാടെ വിശ്വസിക്കാതെ അതിലെ സത്യമേത് അസത്യമേത് എന്ന് തിരിച്ചറിയാനുള്ള ആത്മീയമായ ഉൾക്കാഴ്ച വളർത്തിയെടുക്കുക എന്നതാണ് ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം. ഈ നക്ഷത്രത്തിൻ്റെ ഊർജത്തെ കൂടുതൽ ശുദ്ധീകരിക്കാനും തടസ്സങ്ങൾ നീക്കാനുമായി ലളിതമായ ചില സ്വാത്വികമായ ആത്മീയ ആചാരങ്ങൾ ചില പാരമ്പര്യങ്ങളിൽ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. മഹാവിഷ്ണുവാണ് ഈ നക്ഷത്രത്തിൻ്റെ അധിദേവതയായി കണക്കാക്കപ്പെടുന്നത്. അതിനാൽ നക്ഷത്ര ദിവസങ്ങളിലോ ശനിയാഴ്ചകളിലോ വിഷ്ണു സഹസ്രനാമം ഭക്തിപൂർവം ജപിക്കുന്നത് ആത്മീയ ഏകാഗ്രത വളർത്താനും മനസ്സിന് ശാന്തി ലഭിക്കാനും ഉത്തമമാണ്. ശനിയുമായി ബന്ധപ്പെട്ട ആത്മീയ ആചാരങ്ങൾ ചില പാരമ്പര്യങ്ങളിൽ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. ഇതിനായി ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശനി സ്തോത്രങ്ങൾ ജപിക്കുന്നതും മനസ്സിന് ദൃഢത നൽകാൻ സഹായിക്കും. ദിവസവും കുറച്ചു സമയം നിശബ്ദമായി ധ്യാനത്തിൽ ഏർപ്പെടുന്നത് ചന്ദ്രൻ്റെ ചഞ്ചലത മാറി മാനസിക ദൃഢത ലഭിക്കാൻ സഹായിക്കും. വൈദിക സംസ്കാരത്തിൽ കേൾവിക്ക് അതീവ പാവനമായ ഒരു സ്ഥാനമാണുള്ളത്. ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി തന്നെ ശബ്ദത്തിൽ നിന്നാണെന്നാണ്, അഥവാ നാദബ്രഹ്മത്തിൽ നിന്നാണെന്നാണ് വിശ്വാസം. തിരുവോണം നക്ഷത്രം എന്നത് ആ പുണ്യമായ ശബ്ദത്തെ അഥവാ പ്രപഞ്ച സത്യങ്ങളെ ആവാഹിക്കാൻ കെൽപ്പുള്ള ഒന്നായാണ് പുരാതന ആചാര്യന്മാർ കണക്കാക്കിയിരുന്നത്. വേദപഠനവുമായി ഈ നക്ഷത്രത്തിനുള്ള ആഴമേറിയ ബന്ധം ജ്യോതിഷത്തിലെ വളരെ മനോഹരമായ ഒരു രഹസ്യമാണ്. ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചിരിക്കുന്ന വിവരങ്ങൾ പൊതുവായ നക്ഷത്ര